ഇത് ഫ്ലിപ്കാർട്ടിൽ കണ്ടവനെ വ്യാപകമായിട്ട് വിറ്റിട്ടുള്ള ഒരു ടി വിയാണ്. MARQ എന്നാണ് പേര്, മാർക്ക് എന്നാന്ന് തോന്നുന്നു. എങ്ങനെയാണോ എന്ത് പേര് വേണോ വിളിച്ചു, മാർക്ക്. ഇതിപ്പോൾ പടമൊന്നും വരുന്നില്ല, യാതൊന്നുമില്ല. അപ്പോൾ നമ്മളിവനെ അയച്ച് പിന്നെ എന്ത് പറ്റിയാന്ന് നോക്കാൻ പോവാണ്. ഇത് ഒത്തിരി പേർക്ക് കാണും ഈ ടി വി. ഒന്ന് കാണിച്ചാൽ അടുപ്പിച്ച് കാണിച്ചാൽ MARK. പക്ഷെ പാനിലൊക്കെ തട്ടി നോക്കിയിട്ട് ഇച്ചിരി കട്ടിയുള്ള പാനിലൊക്കെ പോലെ തോന്നുന്നു. അപ്പോൾ എന്നാണെങ്കിൽ നമ്മൾ ഈ സാധനം അഴിക്കാൻ പോവാണ്. എൻ്റെ അവസ്ഥ എന്നാന്ന് അഴിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ റിമോട്ട്, MARQൻ്റെ റിമോട്ട്. ഇനി പോസ് ചെയ്തു സ്ക്രൂവെല്ലാം എടുത്തു. മുഴുവൻ സ്ക്രൂ എടുത്തതിന് ശേഷം നമ്മളിത് പൊക്കുകയാണ്. ഇതിൻ്റെ ബോർഡ് ഇത് നല്ല ബോർഡാണ്. ഇതിൻ്റെ ഇതൊന്നും കൊണ്ട് കാണിച്ചു തരും. മദർ ബോർഡ്, ഇത് പവർ സപ്ലൈ, ഇതിപ്പോൾ സ്പീക്കറിൻ്റെ പോകുന്നതാണ്. ഇതിപ്പോൾ ബാക്ക് ലൈറ്റ് കത്താത്ത ഈ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 2 കപ്പാസിറ്ററിലൂടെ വീർത്തിരിപ്പുണ്ട്. അവനിങ്ങനെ വീർത്തിരുന്നാലും കത്താതെ വരും. അപ്പോൾ നമുക്ക് ബാക്ക് ലൈറ്റിന് നമുക്ക് ഒരു ചെക്കറുണ്ട്. നമുക്ക് ആ ചെക്കർ വെച്ച് ഒന്ന് കത്തിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ മെനക്കിടാതെല്ലാം കൂടെ അഴിച്ച് പൊളിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് നമുക്ക് എൽ കത്തുമെന്ന് നോക്കാം. ചിലപ്പോൾ കത്തിയാലും ബോർഡിൽ നിന്ന് കത്താൻ വരും. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കമലയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. വരാനൊക്കെ ഇല്ല. വെല്ലുവിളി പോയി എന്നുള്ളതിന് യാതൊരു പ്രശ്നമില്ല. 300 വോൾട്ടിൽ തന്നെ നിൽക്കുകയാണ്. വെല്ലുവിളി ഒക്കെ ആണെങ്കിൽ കത്തേണ്ടതാണ്. ഇല്ല, അണക്കരുത്. കപ്പാസിറ്റർ മാറായിരിക്കും പറ്റുക. എൻ്റെ കപ്പാസിറ്ററും നോക്കാം, അത് കിട്ടില്ല. അതാദ്യം നമുക്കങ്ങ് മാറാം, എന്നിട്ട് ബാക്കി പണി നോക്കാം. പിന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾ LCD ഒക്കെ മാറാൻ നിൽക്കുന്നത് ശരിയല്ല. മാറ്റി നമുക്ക് മെയിൻ ഫിൽറ്റർ കുഴപ്പമില്ല. ഈ 2 ഫിൽറ്ററും വീർത്തിരിക്കുകയാണ്. രണ്ടും പാരലാണ്. അപ്പോൾ ലൈനിൻ്റെ അവിടെ വോൾട്ടേജ് പ്രശ്നം വന്നിട്ടുണ്ട്. അതാണ് കാര്യം. അത് 35 വോൾട്ട് 220 മ്യൂട്ട് അതുകൊണ്ട് 35 വോൾട്ട് 220. അത് നമുക്ക് ഷീൽഡും ഇത് മാറിയില്ലാലും ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കുമേ. പക്ഷേ അടുത്ത കംപ്ലൈൻറ്റ് ഉടനെ തന്നെ വരും. നമ്മളൊരു സാധനം കണ്ടിട്ട് അങ്ങനെ വിടാൻ പാടില്ലല്ലോ.
ഇപ്പോൾ കണ്ടിരിക്കുന്ന കംപ്ലൈൻറ്റിന് ഇതൊരു വിഷയമല്ല, ഇത് കാരണമാണ് കംപ്ലൈൻറ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മാറി ഇടണം. 235 തൊട്ട് ഞങ്ങൾക്ക് $350 കൊടുക്കാൻ ഗ്രാം. അതാണ് ശരി. കേട്ടോ, 350 കൊടുക്കാൻ ശരി. അപ്പോൾ നമ്മൾ സാധനം ഒന്ന് മാറ്റിയിടുകയാണ്. രണ്ടും കൂടുതലാണ്. 35 ഒരു 10 വോൾട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. വോൾട്ടേജ് കൂടുന്നതുകൊണ്ട് MFT ഫിൽറ്ററിൻ്റെ സ്റ്റേജിൽ വോൾട്ടേജ് കൂടുന്നതുകൊണ്ടോ MFT കൂടുന്നതുകൊണ്ടോ യാതൊരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഇവർ 2 കപ്പാസിറ്റർ ഇട്ടത് തന്നെ 600 MFT കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പാരലാണ് ചെയ്തിരിക്കുന്നത്. പാരൽ ചെയ്തിട്ടിരിക്കുകയാണ്. അറിയുന്നവർക്കല്ല, പണി അറിയാവുന്നവർക്കറിയാം പാരൽ എന്നാണ്, സീരീസ് എന്നാണ്. പാരൽ എന്താണെന്ന് വെച്ചാൽ ഒരേ ലെവലിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒരേ ലെവലിൽ തന്നെ ഇടുന്നതാണ് പാരൽ സപ്ലൈ എന്ന് പറയുന്നത്. അങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ലെഡ്. ഡ്രൈ കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഡ്രൈ അടിച്ച് വിടുന്നത് ഭാവിയിലേക്ക് ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാണ്. പിന്നെ ഭാവിയിലേക്ക് കംപ്ലൈൻറ്റ് വന്ന് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാനിതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ വർക്ക് തീർത്ത് വിടുക. നാളെ നിങ്ങൾ വീണ്ടും കേടായി വരും. അന്നേരം അതിൻ്റെ കാശ് വേറെ മേടിക്കാം. ഞാൻ ചെയ്ത് കൊടുക്കുന്ന സെറ്റ് തിരിച്ചേ വരുന്നത് എനിക്കിഷ്ടമില്ല. കാരണം വെച്ചാൽ എനിക്ക് വേറെ സെറ്റ് ഇഷ്ടം പോലെ ഇവിടെ പണിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കുമോ? നടക്കില്ലല്ലോ. അതിൻ്റെ പാർസുകൾ മൊത്തം വിട്ടിരിക്കുക. തക്കാലം കുറച്ച് നാളത്തെ 1-2 മാസത്തിനൊക്കെ ചിലപ്പോൾ ഓടുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മളിത് കണ്ടിട്ട് വിടുന്നത് നമുക്കൊരു പ്രയാസമാണ്. കട്ടറുണ്ട് നമ്മൾ കത്തിച്ചിട്ട് വേസ്റ്റ് മാത്രം നിർത്തും. പഴയ കപ്പാസിറ്റർ വേസ്റ്റ് കളഞ്ഞത് ഒന്നുകൂടെ കാണിച്ചിട്ട് വേസ്റ്റ് കളഞ്ഞത്. പാത്രം ഒരു മെറ്റൽ തന്നെ
ഇന്നടച്ച് വെച്ചാൽ കൈയോടെ അടച്ചു വെച്ചു. നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിടുന്നതിൻ്റെ പേരിൽ വേറെ മെക്കാനിക്കൽ തുറന്നു നോക്കിയിട്ട് പറയും അത് തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ, ഒന്നും മാറിയിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. മനസ്സിലായി? അപ്പോൾ നോക്കുമ്പോൾ അമ്മമാർ സാധാരണ ഫ്ലെക്സ് എല്ലാം ഇട്ട് കുഴച്ച് തൂറി മെഴുകി ആണല്ലോ സാധനം പോയി. നമുക്ക് സിംഗിൾ സ്കോപ്പ് പാനൽ ഇന്നോലെക്സിൻ്റെ പാനലാണ് ഇട്ടിരിക്കുന്നത്. ഇന്നോലെക്സ് എന്ന് കാണിക്കുന്നത് ഇന്നോലെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ്. അതിലേക്ക് വന്ന് ഇവിടുന്ന് ഇതായിരിക്കണം. അതുകൊണ്ട് ഞാനിത് പൊക്കി. അപ്പം സ്പീക്കർ ഊരി വിടണം, റെഡ് സ്വിച്ച് ഊരി വിടണം. ഇത് രണ്ടുപേരെ ഊരി ഇവനെ മാറ്റുന്നു. അതിനുശേഷം പാനൽ നമ്മൾ ഇവിടുന്ന് വിടണം. പാനൽ ഊരി മാറ്റി ഇനി ഫുൾ ലോക്ക് സിസ്റ്റമാണ്. ലോക്ക് ലോക്ക് ലോക്കാണ് കംപ്ലീറ്റ്. ലോക്ക് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യണം.
പാനൽ. അല്ലെങ്കിൽ നമുക്ക് നമ്മളങ്ങനെ കിട്ടുന്ന പോലെ ചെയ്തത് നമ്മളത് കിട്ടുന്ന പോലെ ക്ലോസ് ഒത്തിരി ആകാതെ ക്ലോസ് ആകുന്ന ഒരു അങ്ങനത്തെ വെച്ചില്ല ഒത്തിരി ക്ലോസ് ആകും മുഴുവൻ കാണാൻ പറ്റുന്നത്. ഇരുമ്പായി അതിൻ്റെ വണ്ട് ഇത് പശ ഇട്ടിട്ട് വിട്ടിരിക്കുക. ഒരു കാരണവശാലും മാറ്റിക്കാൻ പിടിക്കും. ഇതൊരു ഒന്നൊന്നര പശയിലായിരിക്കും. മതി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പോൾ കത്തി ഇതുണ്ട്. ഒരെണ്ണം കത്താൻ മടിക്കുന്നുണ്ടോ? ഇതുണ്ട് ഇവിടെ ആയി. അത് പോയതാ, ഇത് ഫുള്ള് പോയതാ. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് അറിയണം. വോൾട്ടേജ് അറിയാൻ ഒരെണ്ണം തന്നെ കത്തി നോക്കാം. അതിൽ തന്നെ വോൾട്ടേജ് 3 വോൾട്ടാണ്. അടുത്തത് നോക്കാം. ഇവിടെ നോക്കൂ, 3 വോൾട്ട്. 1 2 3 4 5 6 6 3 18 വോൾട്ട്. ഇവിടെ എത്ര കാണിക്കുന്നു നോക്കാം. 17 വോൾട്ട് കാണിക്കുന്നു. 17.5 ഉണ്ട്. ഓക്കെ, ഈ സെറ്റിൻ്റെ ഒറിജിനൽ LED വേണ്ടി നടന്ന് ഞാൻ മടുത്ത്. ഒറിജിനൽ LED മറ മാർക്ക് MARQ മാർക്ക് ഡാഗൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴേ തുരുമ്പായി. ഇത് ഫ്ലിപ്കാർട്ടുകാരുടെ ഒരു പ്രോഡക്റ്റാണെന്നാണ് പറയപ്പെടുന്നത്. അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ LED വേണ്ടി 3-4 ദിവസം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് ഒരിടത്തും എൻ്റെ LED ഇല്ല. പിന്നെ വോൾട്ടേജും ഇതും മാത്രം നോക്കിക്കൊണ്ട് ഞാൻ ഒരു LED സെറ്റാക്കുകയാണ്. വോൾട്ടേജ് നോക്കി സൈസ് അനുസരിച്ച് ചെയ്യാവുന്ന സാധനം അത്. മൾട്ടി ടൂൾ.
വോൾട്ടേജും ആ കറണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് വയറിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഏത് സെറ്റിനും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. സമയം ഒത്തിരി പോകും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിത് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ സമയം പോവും. സാധനം ഇല്ലെങ്കിൽ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്ക് സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യം ലെഡൊക്കെ ഇട്ട് അതെല്ലാം നല്ല ക്ലിയർ ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. ഇച്ചിരി വയറ് നീട്ടിയിട്ടേക്കണം, നമുക്ക് ആവശ്യം കഴിയുമ്പോൾ മുറിച്ച് കളയാമല്ലോ. അപ്പം വേണ്ട, എന്നാലും ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ, നമുക്ക് സൗകര്യം പോലെ വെക്കാൻ. കട്ട് ചെയ്തു. ഒരു ഇതെടുക്കണം ജെൻസി, എന്നാന്നറിയാം, സ്ലീവ് 2 ചെറിയ. അപ്പോൾ വരുന്ന വഴി പോസിറ്റീവിനെ നേരെ അത് മാറ്റി. ആവശ്യത്തിന് അകലമൊക്കെ ഏകദേശം കിട്ടി. ഇച്ചിരി മിച്ചം കിടന്നോട്ടെ. ഒത്തിരി മിച്ചറിൻ്റെ കാര്യമില്ല, ഇത് സ്വല്പം കളയാം, അത്ര ആവശ്യമുള്ളൂ. എങ്ങനെ വെച്ചാൽ വെച്ചു. ഇനി ഇത് കത്തുവെന്ന് ആദ്യം നോക്കാം. കത്തുവെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കത്താൻ പവർ തന്നെ വേണമാവോ, സ്വിച്ച് വേണോ നോക്കട്ടെ. സ്വിച്ച് വേണമെന്ന് തോന്നുന്നു, നോക്കാം. അതിൻ്റെ ഫ്രണ്ട് വേണം ചോദിച്ചാൽ, ഫ്രണ്ട് ഒരു ഫ്രണ്ട് വേണം. കത്താനാണോ ഇപ്പം കത്തണ്ടതാണ്?
ഇപ്പോൾ കത്തിയില്ല. മതി മതി. LED സ്വല്പം മാറ്റം ഉള്ളതിൻ്റെ പേരിൽ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അത് ഇച്ചിരി ചടങ്ങ് പരിപാടിയാണ്. ആ സെയിം തന്നെ LED നമുക്ക് കിട്ടുമായിരുന്നത് വളരെ ഈസിയാണ്. അല്ലാതെ നമ്മൾ ചെറുതായിട്ട് അലൈൻമെൻറ്റിന് ചെറിയ മാറ്റമുള്ളൂ. ഇതിന് ഏകദേശം ഇത് കിട്ടിയിട്ട് നമ്മൾ കോൺവെക്സിന് ഉപയോഗിക്കുന്ന LED ആണിത്. ഇച്ചിരി നല്ല കൂടിയ LED ആണ്. പക്ഷേ ഇതേ കിടന്ന കൂട്ട് LED മാർക്കറ്റിൽ ഒരിടത്തുമില്ല. ഇതിൻ്റെ LED കിട്ടാത്തതിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളുടെ മേശയിൽ മെനക്കേട് വന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, ഒരിടത്തും എൻ്റെ LED വന്നിട്ടില്ല. അപ്പോൾ അധികം സെറ്റൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് അതിനർത്ഥം. അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കറക്റ്റിംഗ് പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കട്ടിങ് ആ പേപ്പറിൻ്റെ ഷീറ്റിന് ചെറുതായിട്ട് അലൈൻമെൻറ്റ് മാറ്റമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം, കണക്ഷൻ കൊടുത്തതുപോലെ തന്നെ. ഒന്നുകൂടെ നമുക്ക് അതിനെ ഒന്ന് കത്തിച്ച് നോക്കാം. കറക്റ്റ് സ്പെയർ ഇല്ലാതുള്ളൊരു കുഴപ്പമാണ് ഇതൊക്കെ. ഞാൻ കത്തുമൊന്ന് ഓണാക്കി നോക്കിയേക്കാം വീണ്ടും. പാനൽ വലിയ കുഴപ്പമില്ലാത്ത പാനലാണ്. ഇന്നോലെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ്. ഇപ്പം ഈ പാനലധികം ആരും ഉപയോഗിക്കുന്നില്ല. ഈ ബോയിയുടെ പാനൽ വന്ന പിന്നെ ഇന്നോലെക്സിനൊരു ഇത് കുറവുണ്ട്. ഇത് പൊങ്ങി നിൽക്കുന്നത് പിരി വീണിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. സ്റ്റെപ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ കറക്റ്റ് കയറ്റിയിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി. റബ്ബറാണ്.
അതിനകത്ത് കിടക്കും. അത് പൊക്കി വിട്ടാൽ മതി. പാനലിലുള്ള കണക്ഷൻ കൃത്യമായിട്ട് നോക്കി കുത്തണം. നമ്മൾ നേരത്തെ ഇവിടെ 2 കപ്പാസിറ്ററൊക്കെ മാറിയിട്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കറക്റ്റ് കൊടുത്തു. പാനിൽ ഇതെല്ലാം കറക്റ്റ് വീണിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി എൻ്റെ കവറും കൂടി എടുത്ത് അതിൻ്റെ പണി കഴിഞ്ഞു. സ്ക്രൂവിൻ്റെ മാത്രമല്ല, ഞാൻ വയർ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നൊരു സാധനം ഉണ്ട്. വയർ ക്ലിപ്പ് ചെയ്യുന്നൊരു സാധനം. ക്ലിപ്പ് ചെയ്തതിനകത്തിട്ട് ഇറക്കി വിടുക. വെറൈറ്റിയാണ്. ഇതുവരെ ഒരു സെറ്റിലും കാണാത്ത കേട്ടോ, പറയാതിരിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രോസസ് റൈസിക്ക് നല്ല ഹീറ്റ് സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കറിൻ്റെ വയറ്. വെച്ചു. ഇനി കവർ കൂട്ടി സ്ക്രൂ ഇട്ടാൽ മതി. സ്പീക്കർ വയർ വെച്ച് ഒതുക്കി വെച്ചേക്കാം. അയച്ചപ്പോൾ പോയ സ്ഥലങ്ങളെല്ലാം ഒന്ന് ഒട്ടിച്ചുവിട്ടേക്കാം. ഓക്കെ, ഇവിടെ ഒതുങ്ങിയിരുന്നു. കവർ ഇടണം. വലിയ പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റിയൊക്കെ ഇച്ചിരി നല്ലതാണ്. ചൈന ഉണ്ടാക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്തതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്കൂട്ടർ തിരഞ്ഞെടുത്തു. ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ ഞാൻ. വേണം. അപ്പോൾ ഒരു സാധനം കൊണ്ട് തന്നെ മനസ്സിലായില്ലേ, അതും കൊള്ളാം. പ്രശ്നം ഇതുണ്ടോ എന്നറിയണ്ടേ. മാർക്ക് MARK, മാർക്ക് ആൻ്റണിയുടെ മാർക്കാണോ? അയ്യോ, സ്ട്രിപ്പ്. LED എല്ലാം മാറി വന്നപ്പോൾ പാനൽ കംപ്ലൈൻ്റ് ആണ്. കാരണം ഇങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത്. അതിപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വന്നതാണോ നേരത്തെ വന്നതാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരികയില്ല. നമ്മളത് അത്രയും ശ്രദ്ധിച്ചു. പാനൽ പൊട്ടിയേക്കുന്ന പുറമേ കാണാനൊന്നുമില്ല. LED ഇട്ടാലേ നമുക്ക് അറിയത്തുള്ളൂ.